ഹലോ, ഇതിൻ്റെ പേരാണ് ബിഗോണിയ അല്ലെങ്കിൽ പെയിൻറ്റഡ് ലീഫ് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ബിഗോണിയ അല്ലെങ്കിൽ പെയിൻറ്റഡ് ലീഫ്. ഇത് വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഇലകൾ തന്നെ ശ്രദ്ധിച്ചാൽ കണ്ടാൽ പെയിൻ്റ് അടിച്ചതുപോലെ ഉണ്ടല്ലേ. ചുവപ്പ് നിറത്തിലും റോസ് നിറത്തിലും മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇത് വീടിൻ്റെ അകത്തും വീടിൻ്റെ പുറത്തും നമുക്ക് നടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ കുഞ്ഞായിട്ട് ചെറിയ പൂക്കളുണ്ടാവും ഒരു സീസൺ ആവുമ്പം കേട്ടോ. ഇതിന് പ്രത്യേക മണങ്ങളോ കാര്യങ്ങളോ ഒന്നുമേ ഇല്ല. ഇത് നട്ടു വളർത്താൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ചട്ടിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹാങ്ങിങ് ചെയ്തിടാം. ഇതിപ്പോൾ ഞാൻ വേറൊരു ചെടിയിലാണ് ഇത് തൂക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന് ഒരുപാട് വെള്ളമോ ഒന്നും ഇതിന് ആവശ്യമില്ല. അതിൻ്റെ മണ്ണ് മുകളിൽ തന്നെ ഉണങ്ങി വരുമ്പോൾ മാത്രം നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. ഒരുപാട് മണ്ണും ഇതിന് ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് വെയിൽ കൊള്ളിക്കാൻ പാടില്ല. നേർത്ത തണുപ്പും ചെറിയ ലൈറ്റായിട്ട് അടിക്കുന്ന ചെറിയ ഒരു വെയിലാണ് ഇതിന് പാടുള്ളൂ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വർഷങ്ങളോളം നല്ല ഭംഗിയായിട്ട് നിൽക്കും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അഥവാ വളം ചെയ്യുവാണെങ്കിൽ മാസത്തിൽ ഒരു തവണ വളരെ നിറപ്പിച്ച് വളരെ ലിക്വിഡായിട്ട് മാത്രം ഇതിന് ഒരു തവണ വളമിട്ട് കൊടുക്കുക കേട്ടോ. അധികം ഒന്നും വേണ്ട. ഇതേത് കാലാവസ്ഥയിലും വളരെ നല്ല അടിപൊളി പ്ലാന്റാണ്. ഇതാർക്ക് വേണ്ടത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ കണ്ടോ ഒരു നനവ് കണ്ടോ. ഈ നനവ് എപ്പോഴും ഉണ്ടാവണം ഈ ചെടിക്ക്. ഒരുപാട് ഡ്രൈ ആയി പോകാൻ പാടില്ല മണ്ണ്. ഇത് ചെറിയ ചട്ടിയുമാണ്, ഒരുപാട് മണ്ണൊന്നും ഇല്ല ഇതിന് ഞാൻ എന്നും എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുവേ. അതുകൊണ്ടാണ് അതിങ്ങനെ നല്ലതായിട്ട് ഇരിക്കുന്നത്. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ചെറിയ നനവിലൂടെ മാത്രം കേട്ടോ. പിന്നെ ഇതിൻ്റെ പേര് വരാൻ കാരണം പെയിൻറ്റഡ് ലീഫ് അല്ലെങ്കിൽ ബഗോണിയ എന്ന പേര് വരാൻ കാരണം തന്നെ അറിയാലോ, പെയിൻറ്റ് അടിച്ചതുപോലെയാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് നാമമാണ് ബഗോണിയ. ഇതിന് പ്രത്യേകിച്ച് മണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല അടിപൊളിയാണ്. ഏത് കാലാവസ്ഥയിലും വളരും. നമ്മുടെ വീടിൻ്റെ അകത്തും വളരും പുറത്തും വളരും. ഇതുപോലെ ഏതെങ്കിലും ചെടിയുടെ മുകളിലായിട്ട് ഇത് ഹാങ്ങിങ് ചെയ്യുമെങ്കിൽ അടിപൊളിയാട്ടോ. പല നിറത്തിലും ഇത് അവൈലബിളാണ്. നമുക്കിഷ്ടമുള്ള നിറം വാങ്ങിച്ച് നടാം കേട്ടോ. മിക്സായിട്ട് നടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഈ നിറം മാത്രമാണ് എപ്പോഴും നമുക്ക് ലഭിക്കുക. മറ്റേതൊക്കെ റയറായിട്ട് കിട്ടുന്ന നിറങ്ങളാണ് കേട്ടോ. ഇത് മിക്സറായിട്ട് നടുവാണെങ്കിൽ അടിപൊളിയാണ്, കാണാൻ നമുക്ക് അടിപൊളിയാണേ. പിന്നെ എന്താ, ഇതിൻ്റെ ലീഫ് തന്നെ വളരെ മനോഹരമാണ്. ഇതിൻ്റെ ലീഫാണ് ഏറ്റവും മനോഹരമായിട്ട് നിൽക്കുന്നത്. എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ്. ഇതിൻ്റെ ചെടിയുടെ ആവശ്യമേ